ജൂൺ 11 അന്താരാഷ്ട്ര കളിദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 11 അന്താരാഷ്ട്ര കളിദിനമായി ഇൻ്റർനാഷണൽ ഡേ ഓഫ് പ്ലേ ആചരിക്കുന്നു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ കളികൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കളിക്കാനുള്ള അവകാശം കുട്ടികളുടെ അടിസ്ഥാന അവകാശമാക്കുന്നതിനുമാണ് ഈ ദിനാചരണം നടത്തുന്നത്. 2024 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ജൂൺ 11 അന്താരാഷ്ട്ര കളിദിനമായി പ്രഖ്യാപിച്ചത്. 2024 ജൂൺ 11 ആദ്യത്തെ അന്താരാഷ്ട്ര കളിദിനം ആചരിച്ചു. സാമൂഹ്യ ബന്ധങ്ങൾ, പ്രശ്ന പരിഹാരശേഷി എന്നിവ വളർത്താൻ കളികൾ കുട്ടികളെ സഹായിക്കുന്നു. ദിവാൻ സർ CPയുടെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും കേരള സംസ്ഥാന പുനഃസംഘടനയിലും ഏറ്റവും നാടകീയവും സങ്കീർണവുമായ ഒരു അധ്യായമാണ് 1947 ജൂൺ 11 തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെടാൻ തീരുമാനിക്കുകയും നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിലനിൽക്കാനോ അധികാരം ലഭിക്കുകയും ചെയ്തു. ഇത് മുതലെടുത്ത് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയുടെ പിന്തുണയോടെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ 1947 ജൂൺ 11 തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥ പ്രമുഖരെയും സൈനിക ഉദ്യോഗസ്ഥരെയും പത്രപ്രവർത്തകരെയും മറ്റു പ്രമാണിമാരെയും തൻ്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചുകൂട്ടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. എതിർക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും അറിയിച്ചു. എന്നാൽ ഇതിനെതിരെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടന്നു. 1947 ജൂലൈ 25 തിരുവനന്തപുരത്ത് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന CPക്കെതിരെ വധശ്രമമുണ്ടായി. മുഖത്തും കഴുത്തിലും ഗുരുതരമായ പരുക്കേറ്റ് ആശുപത്രിയിലായ CPയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള സമ്മതമറിയിച്ച് തിരുവിതാംകൂർ രാജാവ് വൈസ്രോയ്ക്ക് കമ്പി സന്ദേശം അയക്കുകയും ആഗസ്റ്റ് 12 കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ആഗസ്റ്റ് 19 ദിവാൻ രാജിവെച്ച് തിരുവിതാംകൂർ വിട്ട് തൻ്റെ സ്വദേശമായ തമിഴ്നാട്ടിലേക്ക് പോയി. ജൂറാസിക് പാർക്ക് പ്രദർശനത്തിന് എത്തി. ലോക സിനിമയിലെ അത്ഭുത സൃഷ്ടികളിൽ ഒന്നായ ജൂറാസിക് പാർക്ക് എന്ന ഇംഗ്ലീഷ് സിനിമ അമേരിക്കൻ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് 1993 ജൂൺ 11 മൈക്കൽ ക്രിക്ടൺ എഴുതിയ ജൂറാസിക് പാർക്ക് എന്ന സയൻസ് ഫിക്ഷനെ ആസ്പദമാക്കി ഹോളിവുഡ് സംവിധായകനായ സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ഈ സിനിമ ചലച്ചിത്ര ലോകത്ത് പലതരത്തിലും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ദിനോസർ എന്ന ഭീമാകാര ജീവിയെക്കുറിച്ച് ലോകമറിയുന്നതും അതിൻ്റെ ഒരു രൂപം ലോകത്തെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഉണ്ടാകുന്നതും ഈ ചിത്രത്തോടെയാണ്. കോടീശ്വരനായ ജോൺ ഹമോണ്ട് എന്ന ഒരാളും ഒരു സംഘം ജനിതക ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് വംശനാശം വന്ന ദിനോസർ എന്ന ഭീമാകാര ജീവിയെ ക്ലോണിംഗ് സാങ്കേതിക വിദ്യയിലൂടെ പുനഃസൃഷ്ടിക്കുന്നതും അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കോസ്റ്ററിക്കയുടെ സമീപത്തുള്ള ഒരു ദ്വീപിൽ ജൂറാസിക് പാർക്ക് എന്ന പേരിൽ ഒരു തീം പാർക്ക് ഉണ്ടാക്കുന്നതും ഉദ്ഘാടനത്തിന് മുമ്പ് ചില സാങ്കേതിക തകരാറുകൾ നിമിത്തം കൂട്ടിൽ നിന്ന് പുറത്തു കടക്കുന്ന ദിനോസറുകൾ അപ്പോൾ ആ പാർക്കിലുണ്ടായിരുന്ന ഹാമോണ്ടിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കുറച്ചു സന്ദർശകർക്കുണ്ടാക്കുന്ന ഭീകരമായ പീഡാനുഭവങ്ങൾ ആണ് ഈ ചിത്രത്തിൻ്റെ പ്രമേയം. ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം സമഞ്ജസമായി സമ്മേളിച്ച ഈ ചിത്രം ലോകമെമ്പാടും ബോക്സ് ഓഫീസ് തരംഗമായി മാറി. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങളും ഇതിന് ലഭിച്ചു.